ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഫ്രണ്ട് വിപിൻ വേണു വീഡിയോ ക്രിയേറ്ററാണ്. സോ വിപിൻ ബ്രോൻ്റെ പേജിൽ വന്നിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു പെൺകുട്ടിക്ക് ഒരു പയ്യൻ മെസ്സേജ് അയക്കുകയാണ്, കുറച്ച് വൾഗർ മെസ്സേജസ്. ആ പെൺകുട്ടി ആ പയ്യൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ഈ കാര്യം പറയുകയാണ്, നിങ്ങളുടെ മകൻ എനിക്ക് കുറച്ച് വൾഗർ മെസ്സേജ് അയച്ചു. ലേറ്റർ ഓൺ പുറത്ത് ഒരു ഗ്രൗണ്ടിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഈ പയ്യൻ പെൺകുട്ടിയുടെ കണ്ണ് ഇടിച്ച് കുത്തി ഇവിടെ മൊത്തം ക്ലോട്ടായി. അതാണ് ആ ഒരു വീഡിയോയുടെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ട് വിപിൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ വീടിൽ നിന്നൊരു മലപ്പുറത്ത് നിന്നൊരു 1 hour ഡ്രൈവേ ഉള്ളൂ ഈ കുട്ടിയുടെ അങ്ങോട്ട്. അപ്പോൾ ഞാൻ അവിടെ വിളിച്ചു, കോണ്ടാക്ട് ചെയ്തു. കാരണം അന്നത് മീഡിയാസ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഡേ ആണ്, അതായത് വിപിൻ ബ്രോനെ ഒരു പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 കഴിഞ്ഞിട്ടാണ് മീഡിയാസ് ഈ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്. അപ്പോൾ മീഡിയാസ് ഇത് ഏറ്റെടുത്താലും എനിക്ക് തോന്നുന്നത് അത് അത്ര അങ്ങോട്ട് ആളുകളിലേക്ക് എത്തിയിട്ടില്ല ഈ വിഷയം. ഓക്കെ, സ്റ്റിൽ ആ കുട്ടിയുടെ കണ്ണിടിച്ച് പൊളിച്ച് ഈ പയ്യൻ പ്രതി ഇപ്പോഴും മുങ്ങി നടക്കുകയാണ്. പോലീസുകാർ ഇതുവരെ അറസ്റ്റ് ചെയ്തതായിട്ടുള്ളൊരു വിവരങ്ങളും എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. സോ ഞാൻ ഇന്നലെ അവിടെ ചെന്നു, ആ കുട്ടിയുടെ അടുത്ത് ചെന്നു, സംസാരിച്ചു. അതിൻ്റെ വിഷ്വൽസൊക്കെ ഞാനിവിടെ വയ്ക്കാം. ആദ്യം ന്യൂസ് ക്ലിപ്പ്. ഓക്കെ, ചെറിയ ന്യൂസായിട്ടാണ് എല്ലാ മെയിൻ സ്ട്രീം 24/7 സാറ്റലൈറ്റ് ചാനലുകളിലും വന്നിട്ടുള്ളത്. ഞാൻ വന്നൊരു ന്യൂസ് ക്ലിപ്പ് ഇവിടെ വയ്ക്കാം. കോഴിക്കോട് പുത്തൂർ സ്വദേശിയായ മിർഷാദിനെ പിടികൂടാനായിട്ടില്ല. കൊടുവള്ളി പോലീസിന്റെ നേതൃത്വത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാണ്. മിർഷാദ് കേരളം വിട്ടെന്നാണ് സൂചന. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയതിനാൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും വെല്ലുവിളിയാണ്. വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് കേസ് വിവരങ്ങൾ കൊടുവള്ളി പോലീസ് കൈമാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പെർട്ടിക്കുലർ ന്യൂസ് ക്ലിപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്താണെങ്കിലും ഈ കുട്ടിയുടെ അടുത്ത് പോയി സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോടൊപ്പം അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഹലീമ, സുഖാണോ എന്ന് ചോദിക്കുന്നില്ല, കാരണം അവസ്ഥ കാണുമ്പോൾ തന്നെ അറിയാം. കണ്ണിനിപ്പോൾ എങ്ങനെയുണ്ട്? കണ്ണിനിപ്പോൾ ഫുള്ള് ക്ലോസ്ഡ് ആയിരുന്നു, ഇപ്പോൾ ഓപ്പണായി വരുന്നുണ്ട്. കാഴ്ച അത്ര ശരിയില്ല. ഡോക്ടർ പറഞ്ഞത് ഒരു 1 week പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെക്സ് വെക്കുക, കാര്യങ്ങളിലേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി കാര്യങ്ങളിലേക്ക് നോക്കാം. അതായത് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടതല്ല, ഇവൻ നാട്ടുകാരനാണ്. അപ്പോൾ മിർഷാദ് എന്നാണ് പേര്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം സാധാ മെസ്സേജസ് ആയിരുന്നു, എന്താണ് പഠിക്കുന്നത് ലൈക്ക് അതുപോലത്തെ നോർമൽ മെസ്സേജ് ആയിരുന്നു. കാര്യം ചോദിക്കാൻ കാരണം കുറേ പേര് ഈ കമന്റ് ബോക്സിനകത്ത് ഇവൾ ഈ പറഞ്ഞ ഒരു പോസ്റ്റ് ഇട്ടു, അങ്ങനെയൊക്കെ ഉണ്ട്. ഈ ഫേസ്ബുക്കിൽ കുറച്ച് കമന്റ്സ് നോക്കിയാൽ മതി. അതിനകത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടത് കൊണ്ട് അവക്കത് വേണം, വേറെ എന്തൊക്കെയോ മതപരമായ ചിന്തകളൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. അതിനൊരു ക്ലാരിറ്റി, അതായത് ഇവർ ഈ പോസ്റ്റ് ഇട്ടത് കൊണ്ടല്ല ഉള്ള പ്രശ്നങ്ങൾ എന്നുള്ളത്. പോസ്റ്റും ഇതും തമ്മിലൊരു ബന്ധവുമില്ല. അങ്ങനത്തെ ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുമില്ല, ബന്ധവുമില്ല. ഞാൻ ഇതിൻ്റെ അക്കൗണ്ട് വളരെ പ്രൈവറ്റ് ആണ്. അറിയുന്ന ആൾക്കാരും പിന്നെ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് അല്ലാതെ ഞാൻ ആരെയും ഫോളോ ചെയ്യാറില്ല. കാരണം ഞാൻ എൻ്റെ പ്രൈവസി കീപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇവന് അടുത്തറിയുന്ന ആളായതുകൊണ്ടാണ് ഞാൻ കൺഫേം ചെയ്തത്. നാട്ടിലാൾ കൺഫേം ചെയ്ത് ഫോളോ ചെയ്തു. ഇതിന് ശേഷമാണ് എന്താ പഠിക്കുന്നത് എന്നുള്ള മെസ്സേജ് ആയിരുന്നു ആദ്യം വന്നത്. ഹലീമ അല്ലേ, അറിയോ എന്താ പഠിക്കുന്നതെന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജാണ് എനിക്ക് ആദ്യം വന്നത്. അപ്പോൾ ഞാൻ അറിയാം, ഓക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നാണ് ഇവൻ്റെ മെസ്സേജ് വേറെ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ടൈം ഞാൻ ക്ലാസ്സിലുള്ളത്, ഞാൻ ഏവിയേഷൻ സ്റ്റുഡൻ്റാണ്, ഞാൻ ക്ലാസ്സിലുള്ളത്. അപ്പോൾ ക്ലാസ്സിലുള്ളപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്താണ് ആദ്യം ഞാൻ ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ അവളാണ് പറഞ്ഞത് ക്ലാസ്സിലുള്ള ചെക്കന്മാരുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കണം, കാരണം നമ്മൾ കുറച്ചെന്തെങ്കിലും സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഓര് പറഞ്ഞത് ഇവനെ അത് അത്രയും വൾഗർ മെസ്സേജാണ്. അപ്പോൾ ഇവൻ 2 പൊട്ടിക്കണം, അത് ആരാണെങ്കിലും മൈൻഡ് പെട്ടെന്ന് അങ്ങോട്ടൊക്കെ പോകും. 2 പൊട്ടിക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും ടൗണിലേക്ക് ഇവനെ വരുത്തിക്കാൻ പറ്റുമോ നോക്ക് പറഞ്ഞു. അപ്പോൾ ഇവനോട് ഓക്കെ നീ ടൗണിലേക്ക് വാന്ന് പറഞ്ഞു. പക്ഷെ ഇവന് വളരെ വൃത്തികേടി അയച്ചിട്ടും അതിന് റെസ്പോണ്ട് ചെയ്യാതെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടൗണിലേക്ക് വാന്നാ. അതുകൊണ്ട് തന്നെ ഇവൻ ഡൗട്ട് വന്ന് ഞാൻ ഈ കാര്യം പറയണത് ഇവനെ ട്രാപ്പ് ചെയ്യാനാന്നുള്ളത് ഇവനക്ക് ഏകദേശം കാര്യം മനസ്സിലായി. ഇന്നതിന് ശേഷമാണ് ഈ ഗ്രൗണ്ട് കൂടി വരുമ്പോൾ ഇവൻ്റെ കമൻ്റ് അടി, ഇവൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെയും കമൻ്റ് അടി സഹിക്കുന്നതിനെക്കാട്ടി അപ്പുറത്തൊക്കെ. അതായത് കുറച്ചും കൂടെ നടന്ന് വരുമ്പോൾ വിസിലടിക്കുക, ബാക്കിൽ നിന്ന് കാര്യങ്ങൾ പറയുക, എന്താ പറയുക, നമുക്ക് ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആയിട്ട്. ഞാൻ എൻ്റെ മാമൻ്റെ അടുത്താണ് കുറച്ചുകൂടി സംസാരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കാരണം അവന് നാട്ടിലായിട്ട് ആണല്ലോ, ചെറിയ ചെക്കനാണ് മാമൻ എന്ന് പറയുകയാണെങ്കിലും. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറയും, അപ്പോൾ തൽക്കാലത്തൊക്കെ ഒന്ന് അടങ്ങും.
അതുപോലെ പിന്നെയും വരും. അവൻ അബ്രോഡ് ആയതുകൊണ്ട്. എന്നാണ് ഈ മെസ്സേജസ് വരാൻ തുടങ്ങിയത്? അത് ഒരു മാസം, കറക്റ്റ് ഒരു 3-4 ആഴ്ച, ഒരു മാസമായിട്ടേ ഉള്ളൂ ഈ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യൽ തുടങ്ങിയിട്ട്. അതിന് മുമ്പ് മെസ്സേജസ് ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നോ അതോ? ഇല്ല, അത് ആദ്യമായിട്ട് അയച്ച മെസ്സേജാണ്. ഇതിനു മുമ്പ് ഇവന്റെ ഭാഗത്തുനിന്ന് എനിക്കൊരു ബുദ്ധിമുട്ട് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. കാണലുണ്ട് വെച്ചാൽ ഇവന്, അത് ഞാൻ അതിലേക്കാൻ വരാം. അതിലൊരു കമന്റ് കണ്ടിരുന്നു, ഫാമിലി ഫ്രണ്ട് ആയിട്ട് എന്തുകൊണ്ട് ഇവളുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു എന്ന് ചോദിച്ചിട്ട്. ഫാമിലി ഫ്രണ്ട് അല്ല, ഇതിന്റെ വായിച്ച് മരപ്പണിക്കാരനാണ്. ഹി പാസ്ഡ് അവേ. അയാൾ വായിച്ചിൻ്റെ കീഴിൽ ആണ് ഇയാളുടെ ഫാദർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു പരിചയം ഉണ്ട്. പിന്നെ ഉമ്മച്ചി ഇങ്ങനെ ഗ്രൗണ്ടിലൂടെ പോകുമ്പോൾ ഒക്കെ എന്താണ് താത്ത സുഖമല്ലേ എന്നുള്ള രീതിയിൽ ഇവൻ സംസാരിക്കുമ്പോൾ ഒരു പരിചയക്കാരനാണെന്ന് എനിക്കും അറിയാം. അങ്ങനെ ഒരു പരിചയം മാത്രമല്ല, അല്ലാതെ ഫാമിലി ഫ്രണ്ട്സ് ഭയങ്കര സംഭവം, കമന്റിൽ റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊന്നും അല്ല. അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അങ്ങനാണ് ഇവനുമായിട്ടുള്ള ഇതാണെന്നുള്ളത് ഒരു വ്യക്തി അറിയുന്ന മുഖം. അതെ, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഒരു ബന്ധവുമില്ല. ഈ മെസ്സേജ് വന്ന് ഇതിന് ശേഷമാണ് ഞാൻ ഇവനോട് ഞാൻ പറഞ്ഞ്, ഈ ടൗണിലേക്ക് വന്നിട്ടില്ല, അതിൻ്റെയൊക്കെ വോയിസ് എൻ്റെ കയ്യിലുണ്ട്, ഫുൾ ചാറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഈ ടൗണിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ വീട്ടിൽ പോയി കാര്യം പറയും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കും. അത് ഈ രീതിയിലല്ല പറഞ്ഞത്. എൻ്റെ കംപ്ലീറ്റ് ഇമോഷൻസ് ഞാൻ പുറത്തെടുത്തിട്ട് അത്രയും ഇതിലാണ് ഞാൻ പറഞ്ഞത്. അന്നപ്പോൾ ഇവൻ ആ മെസ്സേജിനൊന്നും റിപ്ലൈ തരുന്നില്ല. എൻ്റെ മാമൻ കോൺടാക്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ഇവൻ ഫോൺ ഫുള്ള് സ്വിച്ച് ഓഫ് ആക്കി. വാട്സപ്പിലും വെച്ചിട്ട് മെസ്സേജില്ല, ഒന്നും മെസ്സേജില്ല. ഇവന് ഫുള്ള് മുങ്ങി. ഇവന് കാര്യം മനസ്സിലായി ഞാൻ ട്രാപ്പ് ചെയ്തതാണ് എന്ന്. ഇവൻ ഫുള്ള് മുങ്ങി. അങ്ങനെയാണ് ഞാൻ ഇവൻ്റെ വീട്ടിൽ പോയി, ഞാൻ മാമൻ്റെ അടുത്തും എൻ്റെ പപ്പൻ്റെ അടുത്തും ഉമ്മൻ്റെ അടുത്തും എൻ്റെ പാരൻസിൻ്റെ അടുത്ത് സമ്മതം ചോദിച്ചതിന് ശേഷം ഞാനും എൻ്റെ 2 ബ്രദേഴ്സ്, ഇവിടുന്ന് കണ്ടില്ലായിനോ, എൻ്റെ 2 കസിൻ ബ്രദേഴ്സുമാണ് ഞാൻ വീട്ടിൽ പോയത്. വീട്ടിൽ പോയപ്പോൾ ഉമ്മാന്ന് വെച്ചൊരു പച്ച പാവ. അപ്പോൾ ഉമ്മ പറഞ്ഞ്, ഇങ്ങനെ ഒരുപാട് കാലം ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നു. ഇവരുടെ എല്ലാവരും ഈ ഫാമിലീൻ്റെ ഇടയിൽ എൻ്റെ ഉപ്പ ആണെങ്കിലും, ഉപ്പനെക്കുറിച്ച് അന്വേഷിച്ചാൽ തന്നെ മനസ്സിലാവും. ഉപ്പ ആണെങ്കിലും എന്താണെങ്കിൽ ഒരുപാട് കാലം ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ എൻ്റെ ഉമ്മക്കും നാട്ടുകാരെന്നുള്ള രീതിയിൽ എൻ്റെ ഉമ്മക്കും ഉമ്മച്ചിക്കും എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഈ പ്രാവശ്യത്തേക്ക് ക്ഷമിച്ച് തരണം എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് എന്തായാലും ഇവൻ്റെ ഫാദറിനൊന്ന് എനിക്ക് കാണണം, സംസാരിക്കണം. ഫാദർ വന്നു. ഞാൻ ഫാദറിൻ്റെ അടുത്ത് ഞാൻ നല്ല കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ അനിയൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ നിങ്ങളെ മോന് അത് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ കേട്ടപ്പോൾ ആളൊന്നിങ്ങനെ നിന്നിട്ട് പിന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞിടത്ത് വന്നില്ലെങ്കിൽ ഇതിന് നേരെയുള്ള ആക്ഷൻ ഞാൻ എടുക്കും. ലീഗലി ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബ്രദേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ പറഞ്ഞു ഞാൻ അതിനിടയിൽ ഒരു ആക്ഷൻ ഞാൻ എടുക്കും. അങ്ങനെ ഞാൻ പറഞ്ഞു. പക്ഷേ ഇവൻ്റെ വാപ്പ പ്രതികരിച്ച രീതി എന്താണെന്ന് വെച്ചാൽ, ഈ ആരാണ് പറയാൻ, എൻ്റെ മോന് ഇപ്പോൾ ഒരു കുത്തുകേസ് കഴിഞ്ഞ് ഞാനിപ്പോൾ തീർപ്പാക്കി, ഭയങ്കര അഭിമാനത്തിലാട്ടെ പറയണത്, കുത്തുകേസ് കഴിഞ്ഞ് തീർപ്പാക്കി, ഞാനിപ്പോൾ വീട്ടിൽ വന്നിട്ടേ ഉള്ളൂ, ഇനി അടുത്ത കേസിന് എനിക്ക് പോകാൻ വയ്യ, നിങ്ങൾ പറഞ്ഞതൊന്നും ന്യായമല്ല, മകൻ്റെ കേസ് നിങ്ങൾ പറഞ്ഞ ന്യായമല്ല, ഇനി ഇതുപോലെ ഇല്ലാതൊക്കെ മാത്രമേ ഞങ്ങൾക്ക് നോക്കാൻ പറ്റൂ, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ വീട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞു. അപ്പോൾ ഉമ്മനൊരു നിസ്സഹായ അവസ്ഥയിലാണ് ഉമ്മ അവിടെ ഉള്ളത് കേട്ടോ. ഞങ്ങൾ അവിടുന്ന് പോകുന്നതിന് ശേഷം ആണ് ഇനി വാട്ട് നെക്സ്റ്റ് എന്നുള്ള ചോദ്യം വന്നത്. അപ്പോൾ എൻ്റെ അമ്മ ഇമോഷണലി വളരെ ഡൗൺ ആയ അതായത് പാവല്ലേ ലൈക്ക് അതുപോലത്തെ ഒരാളാണ്. പറഞ്ഞു, ആ താത്ത അങ്ങനെയാണ്, താത്ത കുറേ അനുഭവിച്ച്, ഈ ഖാദർ എന്ന് പറയുന്ന വ്യക്തി അത്ര നല്ല ആളല്ല, അയാൾ കാരണം ഒരുപാട് താത്ത സ്ട്രഗിൾ ചെയ്യുന്നത്, നീ പ്രാവശ്യത്തേക്ക് ക്ഷമിക്കുന്നു പറഞ്ഞു. പക്ഷേ ഇവന് എവിടം വരെ പോകുമെന്ന് എനിക്ക് അറിയേണ്ടീനി. അതുകൊണ്ടാണ് ഞാൻ ബ്ലോക്ക് ചെയ്യാതുന്നത്. അതും ഒരുപാട് കമന്റ് എന്തുകൊണ്ട് ബ്ലോക്ക് ചെയ്തില്ല എന്ന്. അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു വൾഗർ മെസ്സേജ് വന്നാൽ ഒരു ഫേക്ക് അക്കൗണ്ട് ആണെന്ന് വിചാരിക്കുക. ഐഡന്റിറ്റി ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവര് ഡാഡിലെസ് ആണെന്ന് വിചാരിച്ച് ബ്ലോക്ക് ചെയ്യുക. പക്ഷേ ഇവന് അറിയുന്ന ഒരാൾക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ട് എനിക്ക് ഇതുപോലത്തെ മെസ്സേജ് അയച്ച്, എനിക്ക് ഫാമിലി ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് എത്ര ധൈര്യത്തിൽ ഇവൻ മെസ്സേജ് അയച്ച് ഇവൻ എക്സ്പോസ് ചെയ്യുക. അതായിരുന്നു എനിക്ക് വേണ്ടത്. ഒരു കാരണവശാലും ഞാൻ ബ്ലോക്ക് ചെയ്യാൻ തയ്യാറല്ലേനു. ഇവൻ എവിടം വരെ പോകുമെന്ന് എനിക്ക് അറിയേണ്ടതുകൊണ്ട് തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടില്ല. ബ്ലോക്ക് ചെയ്യാതെ പിന്നെയും ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു, ഇവൻ്റെ ബ്രദർ നല്ല ആളാട്ടോ. അപ്പോൾ പപ്പൻ്റെ അടുത്ത് പറഞ്ഞ്, ഇനി പ്രാവശ്യത്തേക്ക് വാൽക്കങ്ങൾ ക്ഷമിക്കണം. അങ്ങനെ ആ വോയിസ് ഇവൻ്റെ ബ്രദർ അയച്ച വോയിസ് പപ്പൻ്റെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. ക്ഷമിക്കണം. ആ പപ്പ വോയിസ് എനിക്ക് അയച്ചെന്ന് പറഞ്ഞു, മോളെ ഈ പ്രാവശ്യത്തേക്ക് ക്ഷമിച്ചാൾ പോട്ടെ, പോലീസ് കേസിലൊക്കെ പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ റിപ്പീറ്റ് ഇവൻ അയക്കുന്ന മെസ്സേജ് പിന്നെ എൻ്റെ പപ്പനെ, അത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, കാണുന്നവർക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ പപ്പനെയും ചേർത്തിട്ടുള്ള വളരെ വൃത്തികെട്ട വർത്താനം. കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോയിനപ്പോൾ, പക്ഷേ കിട്ടിയിട്ടില്ല, പോട്ടെ. അത്ര മെസ്സേജ് അയച്ചു. അത് വിപിൻ ചേട്ടന് ഇൻസ്റ്റയിൽ കൊടുത്തിട്ടുണ്ട്. ആ മെസ്സേജ് അയച്ചു. അതെനിക്ക് വളരെ ദേഷ്യം വന്നു. ഇതിന് ശേഷം കേസ് കൊടുക്കണം ആ ഒരു ഇതിൽ നിൽക്കുക. വീട്ടിൽ നിന്നാണെങ്കിൽ പാരൻസ്, ഉമ്മ
ആ ഒരു കേസ് കൊടുക്കാന്ന് പറയുമ്പോൾ ഉമ്മക്കൊരു ഇത് ആ ഉമ്മൻ്റെ കാര്യം വെച്ചുള്ള ഒരു സോഫ്റ്റ് കോർണർ കാരണം കേസ് കൊടുക്കണ്ട വിചാരിക്കുന്നതിന്. പക്ഷേ ഞാൻ ഒരുപാട് വട്ടം ഞാൻ എൻ്റെ ബ്രദറിനെ പറഞ്ഞിട്ടുണ്ട് കേസ് കൊടുക്കാൻ പോയാൽ അപ്പോൾ പോവാന്ന് പറയും. അപ്പം ഉമ്മ പിടിച്ചു വെക്കും, മോളെ ആത്താത്ത അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഈ ഉമ്മയെ പറഞ്ഞ പോലെ തന്നെ അതങ്ങ് ഒഴിവാക്കിക്കാള്, ബ്ലോക്ക് ചെയ്ത ആള് ആ രീതിയിലാണ് സംസാരിച്ചത്. പക്ഷെ എനിക്ക് അത് ബ്ലോക്ക് ചെയ്ത് കളയേണ്ട ഒന്നല്ല എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായിനി. ഇതിന് ശേഷമാണ് ഗ്രൗണ്ടിൻ്റെ അവിടുന്ന് ഞാൻ ഓമശ്ശേരി പോയി. ഞാൻ എൻ്റെ പപ്പൻ്റെ ഒരു ആവശ്യത്തിന് പോവുകയാണ്. അതൊരു കുറച്ച് കമൻസ് ഉണ്ട്, എന്തിനു നീ അവനെ കാണാൻ പോയി. ഞാൻ അവനെ കാണാൻ പോയതല്ല, എൻ്റെ പപ്പൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. എനിക്കിവിടെ ആൺകുട്ടികളൊന്നുമില്ല, ഞാൻ തന്നെ പോകണം എല്ലാത്തിനും. പപ്പൻ്റെ ആവശ്യത്തിന് വേണ്ടി പോയതാണ് ഞാൻ എവിടെ ഓമശ്ശേരി പോയത്. ഓമശ്ശേരി പോയി തിരിച്ചു വരുന്നത് അതിൻ്റെ തെളിവ് എൻ്റെ അടുത്തുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഉമ്മൻ്റെയും ഉപ്പൻ്റെ അടുത്ത് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് വാട്സപ്പിലൂടെ ഞാൻ അയക്കുന്നുണ്ട്. ഒരു ഫിനാൻഷ്യൽ കാര്യം ആയതുകൊണ്ട് തന്നെ എനിക്ക് അപ്ഡേറ്റ്സ് അയക്കേണ്ടതുകൊണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ആ ആവശ്യം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ്റെ ഫ്രണ്ട് ഉണ്ട് സുഹൈൽ, ഇവിടെ കുറച്ച് അങ്ങോട്ട് അവിടെ ആ ഭാഗത്തേക്കുള്ള ഒരു ചങ്ങായിയാണ്, ഇവനും ഉണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ വന്നപ്പോൾ മിഡിൽ ഫിംഗർ, എനിക്ക് ഓപ്പണായി പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, മിഡിൽ ഫിംഗർ കാണിച്ചിട്ട് ഇതുപോലെ ചെയ്തു തരട്ടെ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ദൂരത്തുള്ള ഒരാൾക്ക് കിസ് പോലെ വരുമല്ലേ, അത് വന്നു. അത് കണ്ട് എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് ഞാൻ ഒരു തെറിയും വിളിച്ചിട്ട് എന്താടാ നിനക്ക് വേണ്ടതെന്നുള്ള രീതിയിൽ ഞാൻ അവൻ്റെ അടുത്ത് കയറിപ്പോയി. അവൻ്റെ അടുത്ത് പോയപ്പോൾ ആണ് ഫസ്റ്റ് എൻ്റെ കഴുത്തിന് പിടിച്ച് മേലേക്ക് ബോഡിയിലേക്ക് ഇങ്ങനെ വരാനാണ് ശ്രമിച്ചത്. അപ്പോൾ എൻ്റെ ബോഡി അവൻ ടച്ച് ചെയ്യുന്നത് എനിക്ക് അറപ്പായതുകൊണ്ട് ഞാൻ അവനെ ബാക്കോട്ടേക്ക് ഇങ്ങനെ തള്ളിയെന്ന് പറയാൻ പറ്റില്ല. അവന് വലിയൊരു മനുഷ്യനെന്ന് വെച്ചാൽ എങ്ങനെ പറഞ്ഞു, നല്ല ഹൈറ്റുള്ള ഒരാളാണ് അവൻ. എനിക്ക് ഒരിക്കലും ബാക്ക് ചെയ്യാൻ പറ്റൂല. അപ്പം ഞാൻ എൻ്റെ ഹൈറ്റുകൾ കണ്ടില്ലേ, അപ്പോൾ ഞാൻ ഇങ്ങനെ ബാക്കോട്ട് ആക്കിയെന്നല്ലാതെ അവന് പറ്റുന്നില്ല. ഇനി അപ്പം ഞാനിങ്ങനെ ഉന്തുന്നതുകൊണ്ട് മുടി ഇങ്ങനെ ബാക്കോട്ട് പിടിച്ചിട്ട് അവൻ്റെ കയ്യിൽ എന്തോ ഒരു സാധനമുണ്ട്, അതുകൊണ്ട് 3 വട്ടം പഞ്ച് ചെയ്തിട്ടുണ്ട്. അത് പഞ്ച് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഏകദേശം കിറങ്ങിക്കുന്ന ഒരു, പക്ഷെ ബോധം കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല. ഇനി ഈ സുഹൈൽ ഉണ്ടായിനി, പിന്നെ വേറൊരു ചെക്കൻ ഉണ്ട്. പക്ഷെ അവനെ ഞാൻ അന്ന് ആദ്യമായിട്ട് കാണുക. അവനെ ഇതിനു മുമ്പ് കുറച്ച് മക്കളുണ്ടായിനി, കളിക്കുന്ന മക്കൾ, അവരൊക്കെ കാണൂല. അവിടെ ഈ പോയിന്റ് അവിടെ അവൾക്ക് ഈ കഞ്ചാവും ഡ്രഗ്സും അടിക്കുന്ന ആൾക്കാർക്ക് നല്ല കംഫേർട്ട് ആവുന്ന ക്വാളിറ്റിയിൽ ഒരു സാധനം ഇങ്ങിപ്പോൾ പോയാൽ കണ്ടാൽ മനസ്സിലാവും, ഒരു ഓട പോലെ അങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഇത് സംഭവിക്കുന്നത്. അത് എന്താ കായലെന്നോ പുയലൊക്കെ ഉണ്ടാകുന്ന ഒരു സാധനമല്ലേ, അതുണ്ട് അവിടെ ഇങ്ങനെ രീതിയിൽ. അതിൻ്റെ ഉള്ളിൽ നിന്നാ സമയം. അപ്പോൾ ഒരിക്കലും ഈ കുട്ടികൾ കാണൂല, ഒരിക്കലും ഈ കുട്ടികൾ കാണൂല. അത് മാത്രമല്ല എനിക്ക് സൗണ്ട് എടുക്കാനും പറ്റിയിട്ടില്ല. ഫസ്റ്റ് തന്നെ അറ്റാക്ക് വന്നതായതുകൊണ്ട് സൗണ്ട് എടുക്കാനും പറ്റിയിട്ടില്ല. പിന്നെ ഇങ്ങനെ വിടുത്ത് വെച്ച് 3 വട്ടം എന്നെ പഞ്ച് ചെയ്താൽ ഞാൻ അവിടെ വീണ് എനിക്ക് എന്തോ ഒരു സ്വപ്നമൊക്കെ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ഫീലിങ്സ്. എന്താണ് പെട്ടെന്ന് സംഭവിച്ചത് എന്ന് അറിയാത്തപ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ എനിക്ക്. ഞാൻ അവിടെ വീണിട്ട് പിന്നതിന് ശേഷം മക്കൾ വെള്ളം കുടിക്കാൻ പോയി എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടത്. വെള്ളം കുടിക്കാൻ പോകുമ്പോഴാണ് ഞാൻ അവിടെ കിടക്കുന്നത് കണ്ടത്. അപ്പോൾ ആ കുട്ടികൾ അപ്പോൾ ഈ സുഹൈൽ പറയുന്നത് ഇതിനെന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ അത് അവിടെ ടച്ചെക്ക് നോൻ പറയുന്നുണ്ട്. അത് ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊന്ന് റിയാക്ട് ചെയ്യാൻ പറ്റണില്ല, ഒരു ബോധമല്ല. അപ്പോൾ ഇവൻ പോയി അങ്ങനെ തന്നെയാണ് തോന്നുന്നു പറഞ്ഞത്, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. എന്തോ അവർ സംസാരിച്ചിട്ടുണ്ട്, എന്നെക്കുറിച്ച് അവർ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയി ഈ മക്കൾ കണ്ടിട്ട് എൻ്റെ ഉമ്മയുടെ ഫ്രണ്ട് ഉണ്ട് ഹബീബ്ക്ക, അവൾ അബ്രോഡാണ്. അവളിപ്പോൾ നാട്ടിലേക്ക് വന്നിട്ട് ഉമ്മനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുടെ വൈഫും വന്നതേനു. അവിടെ ഉമ്മച്ചി മാമിൻ്റെ വീട്ടിൽ പോയതേനി. അപ്പോൾ അവർ വീട്ടിലേക്ക് ഇങ്ങനെ കയറും കാണും പോലും ഈ കുട്ടി ഇങ്ങനെ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയണതും എൻ്റെ ഉമ്മ ഹബീബ്ക്ക പിന്നെ ആളുടെ വൈഫ് പിന്നെ താഴത്തുള്ള താത്ത നാട്ടുകാർ എല്ലാവരും കൂടി കണ്ടത്. അങ്ങനെ അപ്പം തന്നെ എനിക്കിങ്ങനെ ഏകദേശം ഒരു ബോധം, എനിക്ക് വെള്ളം വേണോ അതേ ഞാൻ പറയുന്നുള്ളൂ. ഉമ്മ എവിടെയൊന്നും വെള്ളം വേണോ അതേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ആംബുലൻസിലാണ് എന്നെ കൊണ്ടുപോയത്. അപ്പോൾ അപ്പം തന്നെ ഈ ഹബീബ്ക്ക പോലീസിനെ വിളിച്ചിട്ട് ഇൻഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇൻഫോം ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും ആംബുലൻസിൽ കയറിയപ്പോഴാണ് എൻ്റെ ഗോൾഡ് കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നൊന്നും ജസ്റ്റ് ചെക്ക് ചെയ്തത്. കാരണം ഞാൻ അത്യാവശ്യം ഗോൾഡ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അന്നപ്പോഴാണ് എൻ്റെ ഹാൻഡ് ചെയിൻ മിസ്സിങ് ആണെന്നുള്ളത് അറിഞ്ഞത്. അപ്പം തന്നെ എൻ്റെ അമ്മ നാട്ടിലുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവിടെ ഹാൻഡ് ചെയിൻ ഉണ്ടോ എന്ന് നോക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ എൻ്റെ എടുത്തതായിട്ട് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നുമില്ല എന്താ അത് അവസ്ഥ എന്ന്. ഞാൻ ഇതായിപ്പോയി. അപ്പോൾ ഹാൻഡ് ചെയിൻ അവിടെ അപ്പം തന്നെ നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞു. അവിടെ നിന്ന് താത്ത പോയി തപ്പി അവിടെ ഇല്ല എന്നുള്ളതും കൺഫേം ആക്കി. പിന്നെ എൻ്റെ അമ്മയും അനിയത്തിയും പോയി നോക്കിക്കുന്നു അവിടെ ഉണ്ടോ എന്നുള്ളത്. ഞങ്ങളിവിടെ വന്നതിന് ശേഷം അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലാണ് കൊണ്ടുപോയത്. അവിടെ സെമൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു ഞാൻ. അപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് എന്നെ റെഫർ ചെയ്തു. പിന്നെ അവിടുന്ന് ആണ്
തുടക്കത്തിൽ കുറച്ച് ബാക്കൗട്ടായി ഫീൽ ചെയ്തു, പക്ഷേ ഇപ്പോൾ അടിപൊളിയാണ്, ഓക്കെയാണ്, നല്ല അടിപൊളി കാര്യങ്ങളൊക്കെ വന്ന് അന്വേഷിക്കാറുണ്ട്, എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാറുണ്ട്. അടിയും കിട്ടി, പിന്നെ പ്രതികരിച്ചതിന് പേര് ദോഷം. അതെ, കോമഡി ഇവിടെ ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞൂടാ. കാക്കന്റെ ഒരു ഏജിലുള്ള കുറച്ച് ചെക്കന്മാരുണ്ട്, ആ കാക്കന്റെ കമ്പനി അവർ ഭയങ്കര സപ്പോർട്ടാണ്, കാര്യങ്ങൾ സംസാരിക്കുക. 2.5 വർഷമായിട്ട് ഞാൻ ഇവനും പ്രേമത്തിലാണ്. കേൾക്കുമ്പോൾ ചിരി വരുന്നു, അവനെ കണ്ട് ഇനിയും കണ്ടാൽ ആരും പറയില്ല റിലേഷൻഷിപ്പിലാണ്. 2.5 വർഷമായിട്ട് റിലേഷൻഷിപ്പിലാണ്. ഇവന് 2500 രൂപ സാലറി ഉള്ളപ്പോൾ എനിക്ക് ഒരുപാട് ഗിഫ്റ്റ്, കുറേ ക്യാഷ് കാര്യങ്ങളൊക്കെ അയച്ചു തന്ന്. എനിക്ക് ഓൾമോസ്റ്റ് കുറച്ച് വലിയൊരു ഫീ ആണ് എൻ്റെത്. ആ ഫീസ് അടിക്കാൻ എന്താ പറയുക, ഇങ്ങനെ 2 മാസം 2500 റിയാൽ അയച്ചതാണെങ്കിൽ എനിക്ക് എന്ത് സുഖം ഇനിയില്ലേ. ഇപ്പൊ പക്കാ ഓക്കെയാണ്, നല്ല സ്ട്രോങ് ആയിട്ടാണ് ഉള്ളത്. ആള് മുങ്ങിയാളത് ഇതിപ്പോ ഒരു 1 വീക്കായി. ഇപ്പോൾ എൻ്റെ കണ്ണിന്റെ അവസ്ഥ കാണുന്നില്ലേ, 1 വീക്കായി ഇതുവരെ അവനെ പിടിക്കാൻ പറ്റിയിട്ടില്ല. ഇത് ആക്ച്വലി പലരും നമ്മൾ പല രീതിയിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ പല കാര്യത്തിനും റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് പലതരത്തിലാണ് അതിൻ്റെ തിരിച്ചുള്ള റിയാക്ഷൻസ് വരുന്നത്. പക്ഷേ ഇത് ഭയങ്കര എക്സ്ട്രീം ആയിപ്പോയി. അതായത് അവർക്ക് വന്നൊരു വൾഗർ മെസ്സേജിന് സ്വന്തം നാട്ടിലുള്ള ഒരു വ്യക്തിയോട് തിരിച്ചത് വീട്ടിൽ പോയി ചോദിക്കാൻ കാണിച്ചൊരു ഗട്സ് ഉണ്ട് ഈ കുട്ടി. അതാരും കണ്ടില്ല എന്ന് പറയരുത്, അല്ലെങ്കിൽ അതിനാരും വില കൊടുക്കാതിരിക്കരുത്. കാരണം ഞാൻ പറയുമ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ റിയാക്ട് ചെയ്യണം. ഇതേപോലെ പെൺകുട്ടികൾക്ക് വന്ന് വൾഗർ മെസ്സേജ് ഇടുന്ന ആളുകളുടെ വീട്ടിലേക്ക് കൃത്യമായി കയറി ചെല്ലാതെ ധൈര്യം ഈ കുട്ടി കാണിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ കണ്ണിൻ്റെ ഈ ഒരു സൈഡ് മൊത്തം ഈ കുട്ടീൻ്റെ ഈ അവസ്ഥയിലായിട്ടിരിക്കുന്നത്. ഇത് ഇന്ന് കണ്ണിലാണ് അവൻ ഇടിച്ചത്. ഈ കണ്ണിലിടിച്ചതിനെ മാറി മൂക്കിലോ പുരികത്തിലോ കൊണ്ടുകഴിഞ്ഞാൽ മുഖത്താണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും ഈ കുട്ടിയുടെ അവസ്ഥ സീരിയസ്ലി ഇങ്ങനെ നിൽക്കുന്നതന്നെ ഒരു ഭാഗ്യം എന്നായി പറയാൻ പറ്റും. കാരണം ഇനി ആരും കാണാത്തൊരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ എന്താവും എന്നുള്ളതും നമ്മൾ ആലോചിക്കണം. ഇത്രയും വൃത്തികേട് ചെയ്ത ഒരാളെ നാട്ടുകാരും പ്രൊട്ടക്ട് ചെയ്യാൻ പാടില്ല, നാട്ടിലുള്ള ആരാണെങ്കിലും. ഞാൻ പറയുന്നത് നാട്ടിലുള്ള ആരാണെങ്കിലും കുറച്ച് അത്ര നല്ല ടീംസ് അല്ല ഇവര്. അത് നാട്ടിൽ ഓരോ ആൾക്കാർ വന്ന് പറഞ്ഞത് ഇവന്റെ ടീംസ് ശരിയില്ല. ആരാണ് ഏത് ടീംസ് ആണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒക്കെ ഫ്രണ്ട്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നാളെ ഇതേ ഫ്രണ്ട് കാരണം നിങ്ങൾക്കും പണി കിട്ടും. പിന്നെ പോലീസുകാരോടാണെങ്കിലും ഇത്രയൊക്കെ ചെയ്തു വെച്ച ഒരാളെ പിടിക്കാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിയാണ്, നമുക്ക് വിശ്വാസമുണ്ട് പോലീസിലാണെങ്കിലും നിയമത്തിലാണെന്നുണ്ടെങ്കിലും. എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു ഇത് മുക്കിക്കളയോ എന്നുള്ള. പക്ഷെ ഇപ്പോ ഞാൻ കംപ്ലീറ്റ്ലി കോൺഫിഡന്റ് ആണ് പോലീസിന്റെ കാര്യത്തിൽ. ഇന്നൊക്കെ പോയപ്പോൾ വളരെ നല്ല റെസ്പോൺസ് ആണ് എനിക്ക് കിട്ടിയത്. കാരണം സ്ത്രീ സുരക്ഷ അത്രയും കൂടുതലായിട്ട് ഉറപ്പുവരുത്തുന്ന ഒരു നാടാണ് നമ്മളത്. സോ ഡെഫിനറ്റ്ലി ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പേഴ്സണൽ മെസ്സേജിന് റിയാക്ട് ചെയ്തൊരു കുട്ടി, അത്രയും വൾഗർ മെസ്സേജിന് റിയാക്ട് ചെയ്തൊരു കുട്ടിക്ക് ഇതാണ് അവസ്ഥ. ആ അവസ്ഥ ഉണ്ടാക്കിയവനെ പിടിച്ച് പോലീസ് മാതൃകയായിട്ട് വേണം നാളെ കാണിച്ചു കൊടുക്കാൻ. എന്നാലേ ഇനിയും കുറേ പെൺകുട്ടികൾ ഇതേപോലെ റിയാക്ട് ചെയ്ത് മുന്നോട്ട് വരുള്ളൂ. സോ എന്താണെങ്കിലും ഒരു ഹാറ്റ്സ് ഓഫ് അങ്ങനെ ഒരു റിയാക്ഷൻ നടത്തിയതിന് എൻ്റെ വീട്ടിൽ പോയി പറഞ്ഞതിൽ ഇതിലൊന്നും തളരാതിരുന്നു. ഒരിക്കലും തളരൂല. ഇനി ഇത് വന്നാൽ ഞാൻ ഇനി ഇതുപോലെ റിയാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ 2.5 വർഷത്തെ പ്രേമം, ഒരു ഫോട്ടോ കാണിച്ചു തരും, ഒരു ചാറ്റ് കാണിച്ചു തരും, എന്തെങ്കിലും ഒരു തെളിവ്. എനിക്ക് ഒരുപാട് പൈസ അയച്ചു തന്നിട്ടുണ്ട്, ഒരുപാട് ഗിഫ്റ്റ് അയച്ചു തന്നിരിക്കുന്നു, തെളിവ് കാണിച്ചു തരും. എന്ത് തെളിവുണ്ടെങ്കിലും എൻ്റെ എതിരായിട്ടൊരൊറ്റ തെളിവ് വന്നാൽ അപ്പം ഞാൻ ഈ കേസിൽ നിന്ന് പെരുമാറും. അതായത് ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അവന് തെളിയിക്കാൻ പറ്റിയ ഞാൻ അപ്പം ഈ കേസിൽ നിന്ന് പെരുമാറും. എന്തായാലും ഇത് നല്ലോണം പോവും, എല്ലാവരും ഇത് കാണും, അത് ഉറപ്പാണ്. എൻ്റെ ഭാഗത്തുനിന്ന് അവൻ ഞാൻ തമ്മിൽ റിലേഷൻഷിപ്പിലായതുകൊണ്ട് എനിക്ക് വന്ന ഒരു കാര്യമാണിത് എന്നുണ്ടെങ്കിൽ അവൻ തെളിയിക്കട്ടെ. പിന്നെ ഇയാൾ പറഞ്ഞു, വിപിൻ ചേട്ടൻ ചോദിച്ചു എന്നാൽ ചാറ്റ് കാണിക്കുന്നു പറഞ്ഞു. അപ്പൊ പറഞ്ഞത് ഇന്റെ ഭാഗത്തുള്ള മെസ്സേജ് ഒക്കെ ഞാൻ മെസ്സേജ് ഫുൾ ഡിലീറ്റ് അടിച്ച് പോയിന്ന്. ഓക്കെ, ഞാൻ ഡിലീറ്റ് അടിച്ചിട്ടുണ്ടാവും, അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് മെസ്സേജ് ഉണ്ടാവില്ലേ? അതെവിടെ? എന്താ പറയുക, ചില കാര്യങ്ങളിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ വരും ആളുകൾ, വരും വെള്ളടിക്കാനൊക്കെ വരും, വെള്ള പൂശാനൊക്കെ കുറെ ആളുകളുണ്ടാവും. മൈൻഡ് ചെയ്യണ്ട. പക്ഷെ കുറെ ആൾക്കാരില്ല കേട്ടോ, ഒന്നോ രണ്ടോ ആൾക്കാർ. എനിക്ക് ആ കമന്റ് വായിക്കുമ്പോൾ ഒരു ടൈമിൽ ഞാൻ ഡൗൺ ആയി പോകും. പക്ഷേ അത് ആരാണെങ്കിലും എനിക്കിങ്ങനെ പറ്റി, പക്ഷെ ആളിതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല, ആരാണെങ്കിലും ഡൗൺ ആയി പോകും. അപ്പോൾ അതെ, കണ്ടുപിടിക്കും പൊക്കുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ആ കമന്റ് വായിക്കുമ്പോൾ എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ ഇത് വായിക്കുമ്പോൾ എനിക്ക് വിഷമം ഇല്ലാത്ത കാര്യമാണല്ലോ പറയുന്നത്. പക്ഷെ കുഴപ്പമില്ല, അത് ആരെങ്കിലും ഒന്നും അറിയാത്ത ആൾക്കാരല്ലേ, ഇവന്റെ ഫ്രണ്ട്സാണ്, അത് ഉറപ്പാണ്, അറിയാത്ത ആൾക്കാരൊന്നല്ല. എന്താണെങ്കിലും ഓക്കെ, മാക്സിമം എല്ലാ സപ്പോർട്ടും ഉണ്ടാവും, സ്ട്രോങ് ആയിട്ടിരിക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ ഇന്നലെ അവിടെ ചെന്നു, സംസാരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് പുറത്ത് കാറ് പാർക്ക് ചെയ്തത് റോഡിലായിരുന്നു. അങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ പ്രതിയുടെ ഒപ്പമുള്ള ഫ്രണ്ട്സ്, ഓക്കെ, അപ്പോൾ ഈ
മിർഷാദ് എന്ന് പറഞ്ഞ ആളുടെ ഫ്രണ്ട്സ് എന്നെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഒരേ നാട്ടിലുള്ളവരായതുകൊണ്ട് തന്നെ ഞാൻ അവിടെ കുട്ടിയുടെ വീടിൻ്റെ അടുത്ത് വന്നതും കുട്ടിയുടെ വീഡിയോ ബൈറ്റ് എടുത്തതൊക്കെ അവർക്ക് അറിയാം, അവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ വന്നു, അവർ പറഞ്ഞു ഞങ്ങളുടെ ഒരു ഭാഗം കൂടി നിങ്ങളൊന്ന് കേൾക്കണം, ഓക്കെ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഞാൻ കാറിൽ കയറിക്കോ സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചൊരു അഗ്രസീവ് നേച്ചറാണ്. പക്ഷെ ഞാനങ്ങനെ ഒരു അഗ്രസീവ് നേച്ചറൊന്നും അവരിൽ കണ്ടില്ല. പയ്യന്മാർ വന്നു, പയ്യന്മാർ ആ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അവർ കാര്യങ്ങൾ പറയുമ്പോഴും ഒട്ടും നമുക്ക് കൺവിൻസിങ് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല അവർ പറയുന്നത്, ഓക്കെ. അതായത് ഇപ്പം ഈ മിർഷാദ് എന്ന് പറഞ്ഞ് ഒളിവിലുള്ള ഈ ഒരു വ്യക്തിയെ കംപ്ലീറ്റ്ലി ഒന്നുകിൽ ആ വ്യക്തി ഈ ഫ്രണ്ട്സിനോട് പറഞ്ഞു കൊടുത്തതായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തി അവരുടെ ഫ്രണ്ട് ആയതുകൊണ്ട് ആ വ്യക്തിയെ കംപ്ലീറ്റ്ലി ഒരു വെള്ളം പൂശുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെയാണ് ആ പയ്യന്മാർ സംസാരിക്കുന്നത്. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം അവരുടെ ഫ്രണ്ടാണ്. ഇങ്ങനൊരു കേസിൽ അവൻ ഒളിവിലാണ്. അപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സർക്കുലേറ്റ് ആവുന്ന ടൈമിൽ അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ എന്തെങ്കിലും വേണമല്ലോ. സോ അവരെന്താണെങ്കിലും ഒരു സ്റ്റോറി ലൈൻ ക്രിയേറ്റ് ചെയ്യും. അതിൽ കുറേ കാര്യങ്ങളൊന്നും ഒട്ടും കൺവിൻസിങ് അല്ല. പിന്നെ ഞാൻ അവരോട് തന്നെ പറഞ്ഞു, ഈ പറഞ്ഞ മിർഷാദ് എന്ന് പറഞ്ഞ വ്യക്തി കീഴടങ്ങുന്നില്ലല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ മിർഷാദ് എന്ന് പറഞ്ഞ വ്യക്തിക്കൊരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അതാണ് ഫ്രണ്ട്സ് എനിക്ക് പറഞ്ഞു തരുന്നത്. ഈ പെൺകുട്ടി അവരുടെ അടുത്തേക്ക് കല്ലെടുത്ത് ഓടിച്ചെന്നതാണ്. എന്നിട്ട് ഈ വ്യക്തിയുടെ തലയിലൊരു മുറിയുണ്ട്, അത് ഈ കുട്ടിയുടെ കല്ലുകൊണ്ട് മർദ്ദിച്ചപ്പോൾ ഉണ്ടായതാണ്. അതൊന്നും കൺവിൻസിങ് അല്ല ഒട്ടും. കാരണം ഈ കുട്ടി ഇപ്പോൾ ഞാൻ ഒരു 5 feet 8 അത്രയാണ് എൻ്റെ ഒരു ഹൈറ്റ് ഉള്ളത്. 5 feet 8 5 feet ആണ് എൻ്റെ ഒരു ഹൈറ്റ് ഉള്ളത്. അപ്പോൾ ഈ കുട്ടി വളരെ ഷോർട്ടായിട്ടുള്ളൊരു കുട്ടിയാണ്. ഇപ്പോൾ ഇവർ പറയുന്നത് വെച്ചിട്ട് ഈ മിർഷാദ് എന്ന് പറഞ്ഞ ആൾ ഒരു 6'1" ഒക്കെ ഉള്ള ഒരാളാണ്, 6 feet above ഉള്ള ഒരാളാണ്. സോ എങ്ങനെ ഈ കുട്ടി കല്ലുകൊണ്ട് ഇങ്ങനെ എറിഞ്ഞു കൊള്ളിക്കുമെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കാര്യങ്ങൾ, പിന്നെ ഇവർ മുന്നേ പരിചയമുള്ളതാണ്, പക്ഷേ അവരുടെ കയ്യിൽ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ തെളിയിക്കാൻ മാത്രം ഒരു ചാറ്റോ കാര്യങ്ങളോ ഇല്ല. കുട്ടി തന്നെ പറയുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന ഈ കേസിൽ നിന്ന് ഞാൻ മാറുമെന്ന് പറയുന്നു. പോലീസ് കേസ് എടുത്ത ഉടനെ ഇയാൾ മുങ്ങുന്നു, ഇതുവരെ അയാൾ മുങ്ങിയിട്ടില്ല. സോ കുറേ കാര്യങ്ങളൊന്നും, കുറേ എന്നല്ല 99% അവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെ അവരോട് പറയുന്നുണ്ട്, ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണെങ്കിലും കാര്യങ്ങളൊന്നും കൂടി വിശദമായിട്ട് അറിഞ്ഞ് പഠിച്ചിട്ടൊക്കെ പറഞ്ഞാൽ പോരെ. അല്ലെങ്കിൽ പയ്യൻ വരട്ടെ, പയ്യൻ വന്ന് പയ്യൻ സ്റ്റേഷനിൽ കീഴടങ്ങി ബാക്കി അവൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ അവൻ പറയുകയാണെങ്കിൽ നമുക്ക് കേൾക്കാം. അപ്പോൾ എന്താണെങ്കിലും ഈ കുട്ടിയോട് ഒരു കാര്യം അവർ ഈ ഫ്രണ്ട്സും പറയുന്നുണ്ട്, കുട്ടിയുടെ കണ്ണിനിടിച്ച് കണ്ണ് പൊട്ടിച്ചത് ഈ പയ്യൻ ചെയ്ത പരിപാടിയാണ്, ഓക്കെ. അതിനോടൊന്നും നമുക്ക് യോജിക്കാനോ നമുക്കതിന് സപ്പോർട്ട് ചെയ്യാനോ പറ്റില്ല. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതുപോലെ വൾഗർ മെസ്സേജസ് നിങ്ങൾക്കും വരുന്നുണ്ടാവും ഒരുപാട് പേർക്ക്. അപ്പോൾ നിങ്ങളും പ്രതികരിക്കേണ്ട സമയത്ത് ആ സ്ഥലത്ത് പ്രതികരിക്കുക. ഇതുപോലുള്ള റിയാക്ഷൻസ് നിങ്ങൾക്കും വരാതിരിക്കുക. ചിലരെന്ത് ചെയ്യുന്നുണ്ട്, ചിലർ ഇങ്ങനെയൊക്കെ ചെയ്യും, ചിലർ ചെയ്യില്ല, ചിലർ നിങ്ങളുടെ പ്രതികരണത്തിൽ തന്നെ പേടിച്ച് പോയിക്കോളും, ചിലർ ഇതുവരെ ചെയ്യുന്നവർ കാണും. പക്ഷെ അങ്ങനെ ചെയ്യുന്നവരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ മാക്സിമം ഒറ്റയ്ക്കൊന്നും പോവാതിരിക്കുക, മാക്സിമം ഫാമിലിയൊക്കെ ആയിട്ട് പോവുക, പോലീസ് സ്റ്റേഷനിൽ ആദ്യം കംപ്ലയിൻറ്റ് കൊടുത്തിടുക. ഇതിപ്പോൾ ഈ കുട്ടി ജസ്റ്റ് രക്ഷപ്പെട്ടതാണ്, ഈ കണ്ണിന് കിട്ടിയിടി മൂക്കിന് അവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ കാര്യം തന്നെ വേറെ രീതിക്കാണ്. ഇത് തന്നെ കുട്ടിയുടെ ബോധം കിട്ടി കിടന്ന സമയത്ത് ബാക്കിയുള്ളവർ വന്ന് കണ്ടതുകൊണ്ട് കുട്ടി രക്ഷപ്പെട്ടു. ഇപ്പോഴും ഞാൻ പോയ സമയത്ത് കുട്ടിയുടെ കണ്ണ് അത്ര ഓക്കെ ആയിട്ടില്ല, ക്ലോട്ടും കാര്യങ്ങളൊക്കെ കണ്ണിനകത്തുണ്ട്.